വൈ നാസ സ്റ്റോപ്ഡ് എക്സ്പ്ലോറിംഗ് സീ. പലപ്പോഴും നമ്മളൊക്കെ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമുക്ക് തൊട്ടടുത്തും ഇത്രയും നിഗൂഢമായ ഒരു സമുദ്രമുണ്ടായിട്ടും എന്തുകൊണ്ട് അധികം അതിനെക്കുറിച്ച് ആരും, പ്രത്യേകിച്ച് നാസ, അന്വേഷിക്കുന്നില്ല? അല്ലെങ്കിൽ പാതി വഴിയിൽ ആ അന്വേഷണം നിർത്തിവെച്ച് എന്തിന് നാസ ബഹിരാകാശത്തെക്കുറിച്ച് അന്വേഷിച്ച് പോയി എന്ന്. ഇനി ചിലർ പറയുന്നത് പോലെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ എന്തെങ്കിലും മനുഷ്യരാശിയെ ഭയപ്പെടുത്തുന്ന കണ്ടെത്തൽ നാസ കണ്ടെത്തിയത് കൊണ്ടായിരിക്കുമോ? അങ്ങനൊന്ന്. കോൺസ്പിറസി തിയറിസ്റ്റുകൾ ചിന്തിക്കുന്ന രീതി ഇങ്ങനെയാണ്. ചില കഥകൾ പറയാൻ നമുക്ക് അത്തരത്തിലൊരു പേഴ്സ്പെക്റ്റീവ് ആവശ്യവുമാണ്. അങ്ങനെ അന്വേഷിച്ച് പോയപ്പോഴാണ് ഞാൻ ഒരു അനുഭവം വായിക്കുന്നത്. റെഡിറ്റിൽ ഒരാൾ എഴുതിയിട്ടുള്ള ഒരു അനുഭവം. അതായത് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ, നോവ, നാസ പോലെ, അല്ലെങ്കിൽ ചിലർ വിശദീകരിക്കുന്നത് പോലെ നാസ തന്നെ, നാസയുടെ മറ്റൊരു ഭാവമായ നോവ, അവിടെ 1980കളിൽ ജോലി ചെയ്തിരുന്ന 2000ൻ്റെ തുടക്കത്തിൽ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ജോലി നഷ്ടപ്പെട്ടു. അതിനേക്കാൾ പറയാൻ എളുപ്പം, ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ജോലിയിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജോലി സമയത്തുണ്ടായ ചില അനുഭവങ്ങളാണ് വിവരിക്കുന്നത്. സീരിയസ്ലി അത് വായിച്ചപ്പോൾ ഞാൻ ഞെട്ടി. ആ അനുഭവങ്ങൾ ഒരുപക്ഷെ നിങ്ങളെയും അത്ഭുതപ്പെടുത്തിയേക്കാം. ആ അനുഭവങ്ങളിലൂടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ചോദ്യത്തിൻ്റെ ഉത്തരം, അതായത് വൈ നാസ സ്റ്റോപ്ഡ് എക്സ്പ്ലോറിംഗ് സീ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്കും ലഭിച്ചേക്കാം. ആ അനുഭവങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റിംഗ് വിൽ മേക്ക് ദി ഷോ പോപ്പുലർ. കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പു സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. വിസിൽ ബ്ലോവർ. ബേപ്പൂർ സുൽത്താൻ കാണുന്നവർക്ക് ആ ഒരു വാക്ക് അത്ര അപരിചിതമായിരിക്കില്ല. അതായത് ഒരു കാലത്ത് ഒരു രഹസ്യത്തിൻ്റെ ഭാഗമാവുകയും പിന്നീട് അതിൽ നിന്നും പുറത്തു വന്ന ശേഷം ആ രഹസ്യത്തെക്കുറിച്ച് സമൂഹത്തോട് സംസാരിക്കുകയും ചെയ്യുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിസിൽ ബ്ലോവേഴ്സ്. അതുപോലൊരു വിസിൽ ബ്ലോവർ ഈ ഒരു വിഷയത്തിൽ നമുക്കുമുണ്ട്. ആദ്യം നമുക്ക് റെഡിറ്റിലേക്ക് പോകാം. റെഡിറ്റിൽ പ്രശസ്തമായ ഒരു ഹാൻഡിലുണ്ട്, ഗാഗ മാസ്റ്റർ എന്ന പേരിൽ. പലപ്പോഴും പല കോൺട്രവേഴ്സികളും ഈ ഒരു ഹാൻഡിലൂടെ നമ്മൾ വായിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഒരു ഹാൻഡിൽ ഡിലീറ്റ് ആയി പോകാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഗാഗ മാസ്റ്റർ 1, 2, 3, 4 എന്നിങ്ങനെ പല പ്രൊഫൈലുകളിലൂടെയും അദ്ദേഹം നിലനിന്ന് പോകുന്നു. അദ്ദേഹമാണ് ഈ ഒരു വിഷയം നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു പോസ്റ്റ് റെഡിറ്റിൽ വരുന്നത്. അതിൽ ഏതാണ്ടൊരു 30 വർഷത്തോളം നോയിൽ ജോലി ചെയ്തിരുന്ന ഒരു സയൻറ്റിസ്റ്റ് അവിടെ വെച്ച് അദ്ദേഹത്തിനുണ്ടായ ചില അനുഭവങ്ങളാണ് വിശദീകരിക്കുന്നത്. ഈ ഒരു അനുഭവങ്ങൾ വായിക്കുമ്പോൾ ശരിക്കും നമുക്കൊരു ഞെട്ടലുണ്ടാവും. അതുകൊണ്ട് തന്നെ അദ്ദേഹം എഴുതിയതുപോലെ, അദ്ദേഹം കണ്ട വിഷയങ്ങൾ അദ്ദേഹം കണ്ടതുപോലെയാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത്. ഞാൻ നോയിലെ ഒരു ബയോളജിസ്റ്റ് ആയിരുന്നു. സമുദ്രത്തിലെ ജീവനെക്കുറിച്ച് പഠനം നടത്തുന്ന ഡിവിഷനിലായിരുന്നു എനിക്ക് ചാർജ്, ബോത്ത് ഫ്ലോറ ആൻഡ് ഫോണ, അതായത് സസ്യങ്ങളെക്കുറിച്ചും ജലജീവികളെക്കുറിച്ചുമുള്ള പഠനം. നമുക്കറിയാം, ഭൂമിയിലെ 70% സമുദ്രമാണ്. നമുക്കറിയാത്ത മറ്റൊന്നു കൂടി ഞാൻ പറയാം. ഗൂഗിൾ പറയുന്നത് പോലെ സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ സ്ഥലം മരിയാന ട്രഞ്ച് അല്ല. അതിനേക്കാൾ ആഴമേറിയ 100 കണക്കിന് അഗാധമായ ഗുഹകൾ സമുദ്രത്തിനടിയിലുണ്ട്. ഇതെല്ലാം അറിയാവുന്ന ഒരു ചെറിയ സംഘമായിരുന്നു ഞങ്ങൾ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ഓഷ്യനോഗ്രാഫേഴ്സിൻ്റെ ഭാഗവുമായിരുന്നു. എന്നാൽ ഞങ്ങളിൽ ചിലരെ ചില പ്രത്യേക കാരണങ്ങളാൽ പിരിച്ചുവിടുകയായിരുന്നു. അതിനുശേഷം മറ്റു ചിലരെ റിക്രൂട്ട് ചെയ്തു, ചില പരീക്ഷണങ്ങൾ നടത്തി. അധികം വൈകാതെ തന്നെ നാസ സമുദ്രത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നിർത്തിവെക്കുകയായിരുന്നു. മുഴുവൻ ലക്ഷ്യവും ബഹിരാകാശത്തെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയുമായിരുന്നു. അതിന് പ്രധാനമായും 2 കാരണങ്ങളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആ രണ്ടുമാണ് എൻ്റെ അനുഭവങ്ങൾ. ആദ്യമേ ഞാൻ പറയാം, നമുക്കറിയാത്ത ഒരുപാട് ജീവജാലങ്ങൾ സമുദ്രത്തിനടിയിലുണ്ട്. അതിൽ പലതും ഞങ്ങളുടെ പഠനങ്ങൾക്ക് പാത്രമായിട്ടുമുണ്ട്. അതിൽ ചിലത് നിങ്ങളോട്, സമൂഹത്തോട് മറച്ചു വയ്ക്കാൻ കാരണം ചില പ്രത്യേക ഉദ്ദേശങ്ങൾ കൊണ്ട് തന്നെയാണ്. മോണ്ടെസറ ഓയിൽ റിഗ് ഡൈവിംഗ് ഇൻസിഡൻറ്റ് 2007 നടന്ന സംഭവമാണിത്. ഞാനും അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. നാസയോടൊപ്പം മറ്റൊരു പ്രൈവറ്റ് കമ്പനിയും ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിരുന്നു. പ്രോജക്റ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, റിഗിൻ്റെ അടിഭാഗത്തുള്ള കട്ടി കൂടിയ ഇരുമ്പ് തകിട്
എന്തോ തകർത്ത നിലയിൽ കാണപ്പെട്ടു. അതിന് കാരണം ഏതോ ജീവിയാണ് എന്നായിരുന്നു ഞങ്ങളുടെ നിഗമനം. പക്ഷേ അങ്ങനൊരു ജീവി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. അതിനുവേണ്ടി 3 ഡൈവർമാരെ സമുദ്രത്തിനടിയിലേക്ക് വിടാൻ ഞങ്ങൾ തീരുമാനിച്ചു. കൃത്യമായ പ്രിക്കോഷൻസ് ഒക്കെ വെച്ച് അവർ റിഗിൻ്റെ അടിത്തട്ടിലേക്ക് ചെന്നു. ഡൈവർമാർ പറഞ്ഞതനുസരിച്ച് അന്ന് വരെ കണ്ടിട്ടില്ലാത്ത എന്തൊക്കെയോ ചിലതിനെ അന്ന് അവരവിടെ കണ്ടു. മനുഷ്യരെക്കാൾ ഏതാണ്ട് 30 ഇരട്ടിയോളം വലുപ്പമുള്ള പരിചയമില്ലാത്ത ചില ജീവികൾ. എക്സ്ട്രീംലി ഇൻ്റലിജൻറ്റ് ക്ലാസ് ഓഫ് സഫാലോപോഡ്സ്, അങ്ങനെയാണ് അവർ അന്ന് ആ ഒരു ജീവിയെ കണ്ടപ്പോൾ പറഞ്ഞ വാക്ക്. സഫാലോപോഡ്സ് എന്നാൽ നമ്മൾ ഈ കാണുന്ന ചെറിയ കൂന്തൽ പോലുള്ള ജീവികളില്ലേ, അത്ര ചെറുതല്ല, അതിൻ്റെ ഒരു ഭീകര രാക്ഷസീയമായ വേർഷൻ. അത് 1-2 എണ്ണം അല്ല, ഒരുപാടെണ്ണത്തിനെയാണ് അന്ന് അവരവിടെ കണ്ടത് എന്ന് പറയുന്നു. അതും മാംസാഹാരികൾ. അവ ആ 3 ഡൈവർമാരെയും ആക്രമിച്ചതായി പറയുന്നു. ആക്രമിച്ചു എന്നാൽ അവരുടെ ബാക്ക് പാക്ക് പറിച്ചെടുക്കുകയും ഓക്സിജൻ ട്യൂബ് വലിച്ചെടുക്കുകയും ചെയ്തു. ഒരു ഗ്രൂപ്പായിട്ടാണ് അവ ആക്രമിച്ചത്. ഡൈവേഴ്സിൻ്റെ കയ്യിലെ കത്തി കൊണ്ട് അവയെ ആക്രമിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് അവയുടെ ശരീരത്തിൽ ഒരു മുറിവ് പോലും ഉണ്ടാക്കിയില്ല എന്ന് പറയുന്നു. അവയ്ക്ക് നിമിഷ നേരം കൊണ്ട് നിറം മാറാനും ഞൊടിയിടയിൽ ഒഴിഞ്ഞു മാറാനും സാധിച്ചിരുന്നു. അവയുടെ സക്ഷൻ പവറിൽ മനുഷ്യൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ പോലും പറഞ്ഞു പോകുന്നത് പോലെ തോന്നിയതായും അവർ പറയുന്നു. ഞങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് താഴേക്ക് പോയ 3 ഡൈവർമാരിൽ 2 പേർ മാത്രമാണ് തിരികെ വന്നത്. എന്നാൽ അവർക്കുണ്ടായ അനുഭവങ്ങൾ പോലും റെക്കോർഡ് ചെയ്യേണ്ട എന്ന് മുകളിൽ നിന്നും നിർദ്ദേശമുണ്ടായിരുന്നു. USS സൈക്ലോപ്സിനെ കുറിച്ച് അറിയാത്തവരായി അധികം ആരും തന്നെ ഉണ്ടാവില്ല. 1918 300ഓളം മനുഷ്യരെയും കൊണ്ട് കടലിൽ അപ്രത്യക്ഷമായ ഒരു കപ്പലാണ് USS സൈക്ലോപ്സ്. അതെവിടേക്കാണ് പോയത് എന്ന് ഇന്നും ആർക്കും അറിയില്ല. അതേക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്ന് കണ്ടെത്തിയിട്ടില്ല എന്ന് നാസ പറയുന്നു. എന്നാൽ ആ ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുമുണ്ട്, അവിടേക്ക് നാസ അന്വേഷിച്ചിട്ട് പോയിട്ടുമുണ്ട്. കോടികൾ മുടക്കിയിട്ടുള്ള അന്വേഷണമായിരുന്നു അന്ന് നടന്നത്. ഏതോ യുദ്ധാക്രമണത്തിൽ തകർന്നു പോയതാവാമെന്ന് കരുതിയ സൈക്ലോപ്സിൻ്റെ അവശിഷ്ടങ്ങൾ ഏതോ ഭീകരജീവി ഞെരിച്ച് കളഞ്ഞതുപോലെയായിരുന്നു ഞങ്ങൾ കണ്ടെത്തിയത്. അവിടെയും ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചത് അതേ ജീവികളുടെ തെളിവുകളാണ്. കറുപ്പും നീലയും കലർന്ന നിറത്തിലുള്ള ആ ഭീകരജീവികൾ സാഹചര്യമനുസരിച്ച് നിറം മാറാൻ കഴിവുള്ളവയാണ്. നമുക്കറിയാത്ത ജീവിവർഗത്തിൽ ഒന്ന് മാത്രമാണ് ഇവ. ഇങ്ങനെയെങ്കിൽ അതിനുമപ്പുറം ഒരുപാട് രഹസ്യങ്ങൾ നമ്മുടെ ഭൂമിയിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിലൂടെ ഞങ്ങൾ മനസ്സിലാക്കിയത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന പല അപ്രത്യക്ഷമാവലുകൾക്ക് പിന്നിലും ഇത്തരം ജീവികളാകാം എന്നാണ്. ഈ ഭൂമിയിലെ ഏറ്റവും നൊട്ടോറിയസ് പ്രിഡേറ്റേഴ്സ് മനുഷ്യരാണ് എന്നൊരു ചിന്ത നമുക്കുണ്ട്. അത് മാറാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ജീവജാലങ്ങളെക്കുറിച്ച് യാതൊന്നും സമൂഹത്തോട് നാസ തുറന്നു പറയാത്തത്. നാസയ്ക്കറിയാം ഇത്തരം ജീവികളുമായുള്ള സമ്പർക്കം മനുഷ്യരാശിക്ക് തന്നെ ഒരു ചോദ്യചിഹ്നമാണ് എന്ന്. അതുകൊണ്ട് തന്നെയാണ് അവർ സമുദ്രത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാത്തതും അവരുടെ ലക്ഷ്യം ബഹിരാകാശത്തേക്ക് മാറ്റിയതും. ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്കൊരു തരിപ്പുണ്ടായില്ലേ? ഇതേ തരിപ്പാണ് ഈ ഒരു അനുഭവം വായിച്ചപ്പോൾ എനിക്കും ഉണ്ടായത്. എന്നാൽ ആ തരിപ്പും കെട്ടിപ്പിടിച്ചിരിക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം നമ്മുടെ ഈ കൊച്ചു ഭൂമിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അതേക്കുറിച്ച് ഞാനൊന്ന് അന്വേഷിച്ചു പോയി. ChatGPT വിളിച്ചു, കാര്യം ചോദിച്ചു. എന്തുകൊണ്ടാണ് നാസ സമുദ്രത്തെക്കുറിച്ച് ഇപ്പോഴൊന്നും അന്വേഷിക്കാത്തത്? ChatGPT എന്നോട് പറഞ്ഞു, നാസ സമുദ്രത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്ന് നിന്നോടാരാ പറഞ്ഞത്? സത്യമാണ്, നാസയുടെ പണി അതല്ലല്ലോ. നാഷണൽ എയറോനോട്ടിക് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ, അതാണല്ലോ അവരുടെ പണി. പക്ഷേ നാസ സമുദ്രം നിരീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ 20 വർഷമായി, മുകളിൽ നിന്നും 24/7. എന്നാൽ സമുദ്രത്തിനടിയിലേക്ക് അന്വേഷിച്ചു പോകാനുള്ള ഡിപ്പാർട്ട്മെൻറ്റ് വേറെയാണ്. അതാണ് നോവ, നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ. ഇനി നമുക്ക് നമ്മുടെ ഓഷ്യാനോഗ്രാഫർ സയൻറ്റിസ്റ്റിൻ്റെ അനുഭവത്തിലേക്ക് ഒന്ന് പോവാം. അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ തെറ്റ് നാസയാണ് നോവയായി മാറിയത് എന്നതാണ്. അങ്ങനെയല്ല, നാസ വേറെ, നോവ വേറെ. നാസ 1958 തുടങ്ങിയ അന്നു മുതൽ ബഹിരാകാശത്തേക്ക് നോക്കി ഇരിക്കുകയാണ്.
എന്നാൽ നോവ 1970 മുതൽ സമുദ്രത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ജീവിയെയും കണ്ട് ആ പഠനം നിർത്തിയിട്ടുമില്ല. അടുത്തത് മോണ്ടെസറ ഓയിൽ റിഗ് ഇൻസിഡൻ്റാണ്. ഞാൻ ChatGPT-യോട് അതും ചോദിച്ചു. പക്ഷേ ChatGPT അങ്ങനൊരു വാക്കുപോലും കേട്ടിട്ടില്ല. മോണ്ടെസറ ഓയിൽ റിഗ് ഇൻസിഡൻറ്റ് അങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്നാണ് ChatGPT പറയുന്നത്. പിന്നെ ChatGPT പറയുന്നത് ഒരു ഡോൾഫിൻ്റെ എന്തോ കേസാണ്. അത് ഈ വിഷയമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഓയിൽ റിഗ് ഇല്ലാത്ത സ്ഥിതിക്ക് അവിടേക്ക് ചാടിയ ഡൈവർമാരും ഉണ്ടാവില്ല, ആ ഡൈവർമാരെ പിടിക്കാൻ വന്ന രാക്ഷസ കൂന്തൽമാരും ഉണ്ടാവില്ല. ഇനി രണ്ടാമത്തെ വിഷയമാണ് USS സൈക്ലോപ്സ്. അതൊരു സത്യമാണ്. കാരണം ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷമായ ഒരു കപ്പൽ എന്നെല്ലാവരും പറയുന്നൊരു വിഷയമാണ്. പക്ഷേ അതിൻ്റെ തെളിവുകൾ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇദ്ദേഹം പറയുന്നത് പോലെ അതിന് പിന്നിലൊരു രാക്ഷസ കൂന്തളാണ് എന്നും ആ കൂന്തൽ ഞെരിച്ചതിൻ്റെ തെളിവുകൾ കണ്ടെത്തിയെന്നൊക്കെ പറയുന്നത് തള്ളാണ്. സ്പേസിലേക്കുള്ള മനുഷ്യരുടെ യാത്രയേക്കാൾ കൂടുതൽ ചിലവേറിയതും അപകടമേറിയതുമായ എക്സ്പെഡിഷനാണ് സമുദ്രത്തിനടിയിലേക്കുള്ളത് എന്ന് എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം സമുദ്രത്തിനടിയിലേക്ക് വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കാത്തത്. അല്ലാതെ മനുഷ്യരെന്തിനെയോ കണ്ട് പേടിച്ചതുകൊണ്ടോ ഒരുപാട് രഹസ്യങ്ങൾ സമുദ്രത്തിനടിയിൽ ഒളിപ്പിച്ചു വെച്ചതുകൊണ്ടോ ആവില്ല എന്ന് ഞാൻ കരുതുന്നു. കോൺസ്പിറസി ഒരു രസമുള്ള വിഷയമാണ്, പ്രത്യേകിച്ചും അത് പറയുന്നവർക്ക്. എന്നാൽ കേൾക്കുന്നവരെ സംബന്ധിച്ച് അതിൽ എന്തെടുക്കണം, എന്ത് തള്ളണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. ഞാൻ അടക്കമുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് നിങ്ങളെ ഒരു മിനിറ്റ് ആസ്വദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കോണ്ടന്റുമായി വരുന്നത്. അതിൽ തന്നെ നിങ്ങളുടെ യുക്തിക്ക് നിരക്കുന്ന വിഷയങ്ങൾ മാത്രം സ്വീകരിക്കുകയും അല്ലാത്തവ വെറും ഒരു എൻ്റർടൈൻമെൻറ്റായി കണ്ട് തള്ളിക്കളയുകയും വേണം. പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, കടലിൽ അത്തരത്തിലുള്ള ജീവികളൊന്നുമില്ല എന്നും പറഞ്ഞ് ഡൈവും ചെയ്ത് അതിനടിയിൽ ചെന്നതിന് ശേഷം ഏതെങ്കിലും ഒരു ഭീകര കൂന്തൽ നിങ്ങളെ തട്ടിയാൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ.